ഹായ്. അപ്പം നല്ല ഫ്രഷ് അയലമീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവനെ ഒന്ന് വെട്ടി വൃത്തിയാക്കി കുളിപ്പിച്ച് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ഇവന് വെച്ചൊരു മുളകിട്ട മീൻകറി വെക്കാമെന്ന് വിചാരിക്കാം. അപ്പം മീൻ വെക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ സാധനങ്ങൾ നോക്കാം. ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇവയെല്ലാം ഒന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം ചട്ടി വെച്ച് ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഈ മീൻകറിക്ക് ഞാൻ കടുക് ഇടുന്നില്ല. അപ്പം ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് അതിലേക്ക് ചതച്ച് വെച്ച ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ചുവന്നുള്ളി ഇല്ലെങ്കിൽ ഒരു ചെറിയ സവോള അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. ചുവന്നുള്ളി നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ കറിയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും നന്നായി മൂത്ത് വരുന്നവരേക്കും ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചുവന്നുള്ളിയുടെ നിറം മാറി ഒരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വരണം. അതിനുശേഷം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. മല്ലിപ്പൊടി വളരെ കുറച്ച് മതി ഈ കറിക്ക്. എന്നിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. നന്നായി ഇളക്കി ഒരു മൂത്ത മണം വരുമ്പോഴത്തേക്കും അതിലേക്ക് കാശ്മീരി ചില്ലി 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. കാശ്മീരി ചില്ലിക്ക് എരിവ് കുറവാണ്, അതുകൊണ്ടാണ് 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും, കളറും കിട്ടും. ഒന്ന് കൂട്ടി യോജിപ്പിച്ച് നന്നായി മൂത്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇവയെല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ച് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് തിളപ്പിച്ച 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. മീൻ മുങ്ങിക്കിടക്കും വിധം വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അരപ്പൊന്ന് നന്നായി തിളയ്ക്കും വരെ വെയിറ്റ് ചെയ്യാം. നന്നായി തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 3/4 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. മീൻ തിളച്ച് വറ്റി വരുമ്പോൾ ആവശ്യമെങ്കിൽ മാത്രം വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറി തിളച്ച് വരുമ്പോൾ 4 കീറിയ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു വലിയ മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം. മാങ്ങ ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമില്ലെങ്കിൽ 2 കീറ് പുളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറി തിളച്ച് മാങ്ങയുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് കറിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. കറി തിളച്ച് വന്നിട്ടുണ്ട്. മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. കറി 10 മിനിറ്റ് നേരം മൂടി വെച്ചൊന്ന് തിളപ്പിക്കാം. കറി അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചട്ടി ഇതുപോലൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. അതിനുശേഷം ഉലുവ വറുത്ത് പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കറി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടി തിളപ്പിക്കാം.
കറി നന്നായി ഒന്ന് കുറുകി വറ്റി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് കാണാം. അപ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി മീൻ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പുതിയ വീഡിയോസുമായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.